ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വിജോസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ അമൃതം പൊടി വെച്ചിട്ട് ഒരു അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കാം കേട്ടോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. ഈ അമൃതം പൊടി ചില കുട്ടികൾക്ക് എങ്ങനെ കൊടുത്താൽ ഇഷ്ടമാകാറില്ല. അമൃതം പൊടി നമുക്ക് ഹൽവ ഉണ്ടാക്കാം, അട ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ടാക്കാം. ഹൽവ കുറുക്കി കഴിക്കാം, സ്മൂത്തി ആയിട്ട് ഉണ്ടാക്കാം, അങ്ങനെ പല ഐറ്റംസ് ഉണ്ടാക്കാം. അങ്ങനെ ഒന്നും കൊടുത്തിട്ട് കഴിക്കില്ലാത്ത കുട്ടികൾക്ക് നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള നല്ല സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പം തയ്യാറാക്കാം കേട്ടോ. അതിന് നമുക്ക് അമൃതം പൊടി വേണം. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ പഴം കേട്ടോ, ഞാലിപ്പൂവൻ പഴമാണ്, ചെറുതാണ്. അതെടുത്തിട്ടുണ്ട്. അത് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടായതുകൊണ്ട് ചെറുതായതുകൊണ്ട് കുറച്ച് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏലക്കയാണ്. 2-3 ഏലക്ക എടുക്കുക, കുറച്ച് ജീരകം, ഏലക്കയും ജീരകവും ഷുഗറും കൂടെ നമുക്ക് കുറച്ച് ഷുഗർ ഇട്ടാൽ മതി കേട്ടോ. പൊടിച്ചെടുക്കുക. അമൃതപ്പൊടി വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ശർക്കര, അരിപ്പൊടി. ഇത്ര ഐറ്റംസ് ഉള്ളത്. നമുക്കപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങാവേ. ഈ ഗ്ലാസ് അളവിലാട്ടോ ഞാൻ എടുക്കുന്നത്. ഒരു ഗ്ലാസ് ഇട്ടു. നമുക്കൊരു 1.5 ഗ്ലാസ് അമൃതപ്പൊടി എടുക്കാം കേട്ടോ. 1.5 ഗ്ലാസ് അമൃതം പൊടിക്ക് ഒരു 1/2 ഗ്ലാസ് അരിപ്പൊടി എടുത്താൽ മതി. നമുക്ക് അരിപ്പൊടിക്ക് പകരം നമുക്ക് റവയും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും അരിപ്പൊടി 1/2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് അമൃതം പൊടി, 1/2 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മാവിലേക്ക് മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നമ്മുടെ പഴം ഒന്ന് അരച്ചെടുക്കാം. പഴമെല്ലാം തൊലി കളഞ്ഞിട്ട് നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ജാറിലേക്ക് പഴമെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 ഏലക്ക ഈ പഴത്തിൻ്റെ കൂടെ തന്നെയാട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ഏലക്കയും ജീരകവും ഷുഗറും കൂടെ പൊടിച്ചെടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ നിൽക്കുന്നില്ല. 2 ഏലക്ക കൊണ്ട് ഇടാം. നമുക്ക് ഒരു ഒത്തിരി ഒന്നും ജീരകം ഇടണ്ട, ഒരു ഇത്തിരി ജീരകം ഇട്ട് കൊടുത്താൽ മതിയേ. ഇത്തിരി ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഷുഗറിൻ്റെ കൂടെ അല്ല, പഴത്തിൻ്റെ കൂടെ ഞാനിത് മിക്സ് ചെയ്യുന്നതുകൊണ്ട്, അരച്ചെടുക്കുന്നതുകൊണ്ട് ഷുഗർ ഇടുന്നില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ശർക്കര ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ അമൃതം പൊടിക്കും അത്യാവശ്യത്തിന് മധുരമുണ്ട്. പിന്നെ നമ്മുടെ പഴത്തിനും മധുരമുണ്ട്. നമ്മൾ ശർക്കര പാനിയായിട്ട് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഷുഗർ ഇട്ട് അരയ്ക്കുന്നില്ല. ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. സെപ്പറേറ്റ് പൊടിക്കുകയാണെങ്കിൽ നമ്മുടെ ഏലക്കയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഷുഗർ ഇട്ടിട്ട് പൊടിക്കാം. ഞാൻ സെപ്പറേറ്റ് അല്ല, ഇങ്ങനെ ചെയ്യുന്നാൽ മതിയേ. അങ്ങനെ നമ്മുടെ പഴം നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. മഴയൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും, നല്ല വിശപ്പ് തോന്നും. പിന്നെ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒക്കെ കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ ഇത്. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശർക്കര പാനിയായിട്ട് എടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ഇത്രയും വലിപ്പത്തിലുള്ള 2 കട്ട ശർക്കര എടുത്തിരിക്കുന്നത്. അതൊരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമുക്ക് അലിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചൂടോടെ തന്നെ അരിച്ച് ചേർക്കാം കേട്ടോ. നമ്മുടെ ശർക്കരയിൽ പൊടിയും കല്ലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അരിച്ചിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കുറഞ്ഞു പോയെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സാധാരണ വെള്ളം ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്ത് ചേർക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ ശർക്കര പാനി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ കുറച്ച് വെള്ളം കൂടെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ പരുവാണ്. ഈ പരുവായിട്ട് വേണം നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് കോരി വയ്ക്കാനായിട്ട്. ഇത് റെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ഉപ്പും മധുരം എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി അടുപ്പ് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ കൂട്ടൊഴിച്ച് കൊടുക്കാം കേട്ടോ. ഉണ്ണിയപ്പത്തിനുള്ള മാവെല്ലാം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം വെച്ച് കുറച്ച് വെക്കാം കേട്ടോ. അല്ലെങ്കിൽ അകം വേകാതെ പുറം മാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറുതായിട്ട് കുറച്ച് വെക്കാം കേട്ടോ. ഞാൻ ആദ്യമേ ഈ ഔട്ട് സൈഡിൽ നിന്ന് ഒഴിച്ച് തുടങ്ങിയത്. നടുക്ക് നമുക്ക് ലാസ്റ്റ് ഒഴിച്ചാൽ മതി. നടുക്കത്തെ ഉണ്ണിയപ്പം പെട്ടെന്ന്
ആകും, ബാക്കിയുള്ളത് ആകാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു സൈഡ് ആയതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറിച്ചിടുമ്പോൾ സൂക്ഷിച്ച് മറിച്ചിടണേ. ഓയിൽ നമ്മുടെ ദേഹത്തേക്കൊന്നും തെറിക്കാത്ത രീതിയിൽ വേണം മറിച്ചിടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മുടെ ഉണ്ണിയപ്പം ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ സൈഡിൽ കൊണ്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. അമൃതം പൊടിയിൽ ഒത്തിരി വൈറ്റമിൻസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം കേട്ടോ. പക്ഷെ എന്നും ഉണ്ടാക്കുന്നത് ശരിയല്ല, ഓയിലി ഫ്രൈ ചെയ്യുവാണല്ലോ. അല്ലെങ്കിൽ അമൃതം പൊടി കൂടെ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ആവി കയറുന്ന ഫുഡാണല്ലോ കഴിക്കാൻ ഏറ്റവും നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം അടുത്ത ട്രിപ്പ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് മാവ് ഒഴിച്ച് കൊടുക്കാവേ. മഴയൊക്കെയുള്ള ദിവസങ്ങളിൽ നമുക്ക് എപ്പോഴും വിശപ്പൊക്കെ ആയിരിക്കുമല്ലോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് ഓരോന്ന് കഴിക്കാൻ പറ്റും. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ഉണ്ടാക്കുന്ന ഇതെല്ലാം മിക്സ് ചെയ്ത് ഉടനെ തന്നെ ഉണ്ടാക്കാനും പറ്റും. വെയിറ്റ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. വീട്ടിലാരെങ്കിലും അതിഥീസൊക്കെ വരുവാണെങ്കിൽ വെറൈറ്റി ആയിട്ട് ഉണ്ണിയപ്പം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പെട്ടെന്ന് പറ്റുന്ന ഒരു അരമണിക്കൂറത്തെ പരിപാടിയുള്ള എല്ലാം സെറ്റാകാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഉണ്ണിയപ്പം ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിച്ച എണ്ണ ഇത്രയും കൂടെ മിച്ചമുണ്ട് കേട്ടോ. ഇത്ര എണ്ണ കുടിക്കത്തൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത്. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോവാം കേട്ടോ. നല്ല നമ്മളുണ്ടാക്കി നല്ല ഉണ്ണിയപ്പോ നല്ല കടുപ്പത്തിലുള്ള ചായയൊക്കെ ആയിട്ട് കഴിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. സൂപ്പർ ടേസ്റ്റുമാണ്. ഓക്കെ, വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.